നീ ഫാമിലി ഡോക്ടർ വരുന്നു. പ്രമേഹവും ഭക്ഷണക്രമങ്ങളും എന്ന വിഷയത്തിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലെ VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ചീഫ് ഡയറ്റീഷ്യൻ ഡോക്ടർ മഞ്ജു പി ജോർജ് ഇപ്പോൾ സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. പ്രമേഹം വരുന്നവരെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല, ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവില്ല. ഇൻ കേസ് ആ ഷുഗർ വേരിയേഷൻ കാണിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ മധുരത്തിനോട് ഇഷ്ടം വരും, കഴിക്കാത്ത സാധനങ്ങളെല്ലാം കഴിക്കാൻ തോന്നും. ഒരു മാനസികമായിട്ടുള്ളൊരു കാര്യമാണത്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രമേഹം എന്നുള്ള സംഗതി ഇപ്പോൾ കോമൺ ആയി. അതിനേക്കാളും കൂടുതൽ പ്രീ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പ്രമേഹത്തിലൂടെ കടക്കാതിരിക്കാൻ കുറേ സാധിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന നേച്ചറുണ്ട്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എനിക്ക് പോരാ ഉള്ളു തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാണ്ടിരിക്കുക. മെയിൻ മീൽ എടുത്തിട്ട്, അതായത് 8 മണി 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു 1-1:30 ലഞ്ച് ചെല്ലണം. അപ്പോൾ ഇതിനിടയ്ക്ക് പക്ഷേ ചിലപ്പോൾ ഒരു ഷുഗർ ഡൗൺ ആകുന്ന ഒരു ടെൻഡൻസി വരാം. അപ്പോൾ എപ്പോഴും ഒരു 3 hours കഴിയുമ്പോൾ, ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ 11:30-12 ആകുന്നതിന് മുന്നേ ഒരു ലൈറ്റ് സ്നാക്ക്, അത് സ്റ്റാർച്ച് ഉള്ളത് വേണമെന്നില്ല. ഇപ്പം നട്ട്സ് വിത്ത് ഫ്രൂട്ട് ആകാം, അല്ലെങ്കിൽ മഖാന എന്ന് പറയും, പ്ലെയിൻ റോസ്റ്റഡ് മഖാനാസ്. അത് നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് ഒരു ബൗളിലായി കൊണ്ടുപോകാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലർ സാലഡ്സ് എടുക്കുന്നവരുണ്ട്, കേർഡ് കഴിക്കുന്നവരുണ്ട്, റൈത്ത ഉണ്ട്, യോഗേർട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർക്ക് പ്ലേസിലത്തെ അതനുസരിച്ചിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ക്രേവിങ് വരില്ല. അതല്ലെങ്കിൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പരവേശം വരും. അന്നേരം ക്വാണ്ടിറ്റി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് പോകാതെ അതിന് മുന്നേ ഈ ലൈറ്റ് സ്നാക്സ് ക്വാളിറ്റേറ്റീവായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അവരോട് ഷുഗറിൻ്റെ വാല്യൂ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സാധനവും കഴിക്കരുതെന്ന് ഇപ്പോൾ പറയുന്നില്ല. എല്ലാം കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ പകുതി അസുഖമൊന്നും മാറും. അപ്പോൾ ഇവർ ഷുഗേഴ്സ് ഒരു ആവറേജ് നമ്മൾ ഫാസ്റ്റിംഗ് ഒരു 100-110 താഴെയും ആഫ്റ്റർ ഫുഡ് വാല്യൂ 180 താഴെയുമാണെങ്കിൽ ഏത് ഫ്രൂട്ടും ഒരു ഹാൻഡ്ഫുൾ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് പറഞ്ഞ മാതിരി എടുക്കാം. അതും ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കരുത്, ഇടസമയത്ത് ഒരു 1 hour ബിഫോർ ഓർ ആഫ്റ്റർ മീൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രൂട്ടിൻ്റെ കൂടെ നമ്മൾ നട്ട്സോ സീഡ്സോ ഒക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഷുഗറിൻ്റെ സ്പൈക്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ അത് ഇച്ചിരി ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഇനി 200 മുകളിലാണ് ഷുഗർ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇവൻ ചായ കുടിച്ചാലും വേരിയേഷൻസ് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തൽക്കാലം ഫ്രൂട്ട്സ് അതുപോലെ പെട്ടെന്ന് ഷുഗർ ചാൻസ് ഉള്ളത് ഒഴിവാക്കാൻ പറയും. താഴത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു 3-4 സ്ലൈസ് ആപ്പിൾ അല്ലെങ്കിൽ 2 സ്ലൈസ് പൈനാപ്പിൾ പോലത്തെ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഓറഞ്ച്, ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ജ്യൂസ് കഴിക്കാണ്ടിരിക്കുക. ജ്യൂസ് ആകുമ്പോൾ മധുരം ഇട്ടില്ലെങ്കിൽ പോലും ഷുഗർ സ്പൈക്സ് വരും, പെട്ടെന്ന് ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.